Good morning. So we are dealing with budgetary control. അപ്പോൾ ബഡ്ജറ്ററി കൺട്രോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് എ കൺട്രോൾ ടെക്നിക് ദറ്റ് ഈസ് ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് അഫെയർസ് ആർ കമ്പയർഡ് വിത്ത് ദി ബഡ്ജറ്റഡ് പെർഫോമൻസ്. സോ അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് ക്യാൻ ബി ടേക്കൺ ടു കറക്റ്റ് ദ ഡീവിയേഷൻസ് ഇഫ് എനി. അതായത് ആക്ച്വലും ബഡ്ജറ്റഡ് ഫിഗേഴ്സും കമ്പയർ ചെയ്ത് ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാം എന്നുള്ളതാണ് ഈ ബഡ്ജറ്ററി കൺട്രോളിൻ്റെ പ്രത്യേകത. So firm under budgetary control, firm uses budgets to control a firm's activities. So we can see what are the different types of budget, classification of budget. So there are 4 types of budget. അതായത് റോളിംഗ് ബഡ്ജറ്റ്, ദെൻ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടൈം, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനാണ്. അപ്പം ഓരോന്നും എന്താണെന്നുള്ളത് പറഞ്ഞു പോവാം. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടൈം ഫാക്ടർ നോക്കുകയാണെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് time there are 3 types of budget. They are long term budget, short term budget, current budget. ലോങ് ടേം ബഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതായത് ദീസ് ബഡ്ജറ്റ്സ് ആർ റിലേറ്റിംഗ് ടു പ്ലാനിങ് ദ ഓപ്പറേഷൻസ് ഓഫ് എ ഫേം ഫോർ എ പീരിയഡ് ഓഫ് മോർ ദാൻ 1 year. അതായത് ബിയോണ്ട് 1 year എന്ന് പറയാം, ലൈക്ക് 5 to 10 yearsനേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ലോങ് ടേം ബഡ്ജറ്റ് എന്ന് വിളിക്കാം. അതായത് എക്സാമ്പിൾസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബഡ്ജറ്റ് എക്സെട്ര. സോ ദീസ് ബഡ്ജറ്റ്സ് റിലേറ്റ്സ് ടു പ്ലാനിങ് ദ ഓപ്പറേഷൻസ് ഓഫ് എ ഫേം ഫോർ എ പീരിയഡ് ഓഫ് 5 to 10 years. ഓക്കെ, അതാണ് ലോങ് റേഞ്ച് അല്ലെങ്കിൽ ലോങ് ടേം ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഷോർട്ട് ടേം ബഡ്ജറ്റ്സ് എന്ന് പറയാം, ഷോർട്ട് റേഞ്ച്. ഈ ഷോർട്ട് റേഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദീസ് ബഡ്ജറ്റ് ആർ യൂഷ്വലി ഡ്രോൺ ഫോർ എ പീരിയഡ് ഓഫ് 1 to 2 years. അതായത് ചിലപ്പം 1 year കുറവാവാം, 3 years, 6 months, 3 months, 6 months, 12 months ഒക്കെ പീരീഡിലേക്ക് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ അതിനും ഷോർട്ട് റേഞ്ച് ബഡ്ജറ്റ്, ഷോർട്ട് ടേം ബഡ്ജറ്റ് എന്നാ പറയാം. എക്സാമ്പിൾസ് ആണ് ക്യാഷ് ബഡ്ജറ്റ് ഇറ്റ് ഈസ് യൂഷ്വലി ഫോർ ഫോർ ദ ക്വാർട്ടർ എൻഡിങ് അല്ലെങ്കിൽ ഹാഫ് ഇയർലി എൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് 6 മാസത്തേക്കാണ് ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. മനസ്സിലായല്ലോ. എക്സാമ്പിൾസ് ആർ ക്യാഷ് ബഡ്ജറ്റ്, മെറ്റീരിയൽ ബഡ്ജറ്റ് എക്സെട്ര. ദെൻ തേർഡ് വൺ ഈസ് കറൻറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് വെരി ഷോർട്ട് ടേം ബഡ്ജറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദീസ് ബഡ്ജറ്റ് കവർ എ പീരിയഡ് ഓഫ് 1 month ഓർ സോ. സോ ദീസ് ആർ റിലേറ്റഡ് ടു ദ കറൻറ്റ് കണ്ടീഷൻസ് ഓൺലി. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് കൺസിഡറിങ് ദ കറൻറ്റ് കണ്ടീഷൻസ് ഓർ പ്രിവെയിലിംഗ് സർക്കംസ്റ്റൻസസ്. മനസ്സിലായോ? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടൈം ഫാക്ടർ. ദർ ആർ 3 types of budget. ഏതൊക്കെയാണ്? ലോങ് ടേം, ഷോർട്ട് ടേം ആൻഡ് കറൻറ്റ് ബഡ്ജറ്റ്. Next classification is according to flexibility factor. According to flexibility factor, 2 types of budgets are there, fixed budget and flexible budget. ഇതിൽ നമുക്ക് പ്രോബ്ലം പഠിക്കാനുണ്ട്. പ്രോബ്ലം നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് നോക്കാം. സോ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഡൈനാമിക് ബഡ്ജറ്റ്. CIMA ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ ബഡ്ജറ്റ് ഡിസൈൻ ടു ചേഞ്ച് in accordance with the level of activity actually attained. അതായത് ഇറ്റ് ഷോസ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. അതായത് ഇപ്പോൾ 5000 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ എത്രയാണ് അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എത്രയാണ്. ഇനിയിപ്പം ഇഫ് പ്രൊഡക്ഷൻ ഇസ് 10,000 യൂണിറ്റ്സ്, 15,000 യൂണിറ്റ്സ്, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ടിൽ എത്രയാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്സ് എന്നുള്ളത് കാണിക്കുന്ന ബഡ്ജറ്റിനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയാം. സോ ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് എ ബഡ്ജറ്റ് അറ്റ് എനി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിനെ നമ്മൾ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വേരിയബിൾ ഓർ സ്ലൈഡിംഗ് സ്കെയിൽ ബഡ്ജറ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദി ഫോളോയിങ് കേസസ്. ഏതൊക്കെ കേസസിലാണ് ഈ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് യൂസ് ചെയ്യുന്നത് നോക്കാം. വേർ സെയിൽസ് കനോട്ട് ബി ആക്യുറേറ്റ്ലി പ്രിഡിക്റ്റഡ് ബിക്കോസ് ഓഫ് നേച്ചർ ഓഫ് ബിസിനസ്. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എത്ര സെയിൽസ് ഉണ്ടാവുക. അപ്പം ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ടിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? പ്രോഫിറ്റും കോസ്റ്റും എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കും.
അതേപോലെ വേർ ദ ഫേം ഇസ് സഫറിങ് ഫ്രം ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ, ലേബർ, പ്ലാൻ കപ്പാസിറ്റി എക്സെട്ര. അതേപോലെ ഇന്ന സിറ്റുവേഷൻ, അതായത് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ ഇയർ ചേഞ്ചസ് ഫ്രം പീരിയഡ് ടു പീരിയഡ് ഡ്യൂ ടു സീസണൽ അല്ലെങ്കിൽ എന്താ പറയുക സീസണൽ നേച്ചർ ഓഫ് ദ ബിസിനസ്. ദെൻ വെർ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഫോർകാസ്റ്റ് ദി ഡിമാൻഡ് ആക്യുറേറ്റ്ലി. ഈ സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മളൊരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ റേഞ്ച് ദാറ്റ് ഈസ് മോർ ദാൻ വൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ആൻഡ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് എ റിലയബിൾ ബേസിസ് ഫോർ കമ്പാരിസൺ ആസ് ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഗിയർഡ് ടു ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. ആൻഡ് ഇറ്റ് എക്സ്പെൻസ് ഗോൾസ് ഫോർ മാനേജേഴ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ കമ്പാരിസൺ. Then it provides a ready-made budget for a particular volume and it is based upon adequate knowledge of cost behavior pattern. ഓക്കെ, അപ്പോൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് നമുക്ക് പ്രോബ്ലം ചെയ്യണം, അത് ചെയ്യിക്കാം. നെക്സ്റ്റ് ഇസ് ഫിക്സഡ് ബഡ്ജറ്റ്. ഫിക്സഡ് ബഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ പേര് പോലെ തന്നെ എ ബഡ്ജറ്റ് വിച്ച് ഇസ് ഡിസൈൻ ടു റിമൈൻ അൺചേഞ്ച്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ആക്ടിവിറ്റി അറ്റൈൻ. അതായത് ഇറ്റ് ഡസൻ ചേഞ്ച് വിത്ത് എ റേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. നമ്മളിപ്പം 5000 യൂണിറ്റ്സിനുള്ളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ തന്നെ ഇറ്റ് റിമൈൻസ് അൺചേഞ്ച്ഡ് ഫോർ with the change in the level of activity. So it is prepared for one level of activity for a definite time period. So this type of budget is most suited for fixed expenses. അതായത് ഒരു സിംഗിൾ യൂസ്, അതായത് ഇറ്റ് ഈസ് എ സിംഗിൾ ബഡ്ജറ്റ് വിത്ത് നോ അനാലിസിസ് ഓഫ് കോസ്റ്റ്. അതുകൊണ്ട് ഈ ബഡ്ജറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഫിക്സഡ് ബഡ്ജറ്റിനെ നമുക്ക് സ്റ്റാറ്റിക് ബഡ്ജറ്റ് എന്നും പറയാം. ക്ലിയർ ആണോ? Then അപ്പം on the basis of flexibility factor, two types of budgets are there, flexible budget and fixed budget. Third classification of budget is functional classification വരുന്നുണ്ട്. അതായത് ഫങ്ഷണൽ ബഡ്ജറ്റ്സ് ഏതൊക്കെയാണ് നോക്കാം. ഈ ഫങ്ഷണൽ ബഡ്ജറ്റ്സിൽ വരുന്നത്, ഫങ്ഷണൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ദോസ് വിച്ച് ആർ പ്രിപ്പയർഡ് ബൈ ഹെഡ്സ് ഓഫ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ ദിയർ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ മാർക്കറ്റിംഗ് ഹെഡ് ആരാണെന്ന് വെച്ചാൽ അവർ പ്രിപ്പയർ ചെയ്ത് വെക്കുക അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട്. അതേപോലെ എന്താ പറയുക, ക്യാഷ് ബഡ്ജറ്റ്. അപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെ ഓരോ ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ ബിസിനസ്സിൽ വരുന്നത്, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റ്സിനെയാണ് നമ്മൾ ഫങ്ഷണൽ ബഡ്ജറ്റ്സ് എന്ന് പറയുക. ഇറ്റ് ഈസ് വൺ വിച്ച് റിലേറ്റ്സ് ടു ദ ഫങ്ഷൻ ഓഫ് എ ബിസിനസ്. So functional budgets are prepared for each function and are subsidiary to master budget. അപ്പോൾ എക്സാമ്പിൾസ് ഫോർ ഫങ്ഷണൽ ബഡ്ജറ്റ്, അതായത് മെയിൻ ഫങ്ഷണൽ ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത് ഇതെല്ലാണ്: സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ബഡ്ജറ്റ്, ഫാക്ടറി ഓവർഹെഡ്, അതേപോലെ പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബഡ്ജറ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ബഡ്ജറ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ബഡ്ജറ്റ്, ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റ് ആൻഡ് എ മാസ്റ്റർ ബഡ്ജറ്റ്. മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റും കൂടെ കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് മാനേജേഴ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് പ്രിപ്പയർ ദിയർ ബഡ്ജറ്റ് ആൻഡ് സബ്മിറ്റ് ടു ദ ബഡ്ജറ്റ് കമ്മിറ്റി. The budget committee will make necessary adjustments and incorporate all the functional budget and they prepare a master budget. അപ്പോൾ മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് മാസ്റ്റർ ബഡ്ജറ്റ് ഇസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. It brings all the pieces together, incorporating all the functional budgets and the financial budget of an organization into one comprehensive picture. മനസ്സിലായല്ലോ? അപ്പോൾ മാസ്റ്റർ ബഡ്ജറ്റിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി: ദ സമ്മറി ഓഫ് എന്താ പറയുക ബഡ്ജറ്റ് ഇൻകോർപ്പറേറ്റിംഗ് ദ ഫങ്ഷണൽ ബഡ്ജറ്റ് വിച്ച് ഇസ് ഫൈനലി അപ്രൂവ്ഡ്, അഡോപ്റ്റഡ് ആൻഡ് എംപ്ലോയ്ഡ്. സോ വി ക്യാൻ സേ മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ഓൾ ഫങ്ഷണൽ ബഡ്ജറ്റ്. അതായത് ഇറ്റ് സമ്മറൈസസ് സെയിൽസ്, പ്രൊഡക്ഷൻ, പർച്ചേസ്, ലേബർ, ഫിനാൻസ്, plant and equipment budget, etc. Okay, so this master budget is the overall budget and it is also called operating budget.
അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം ഡിസ്കസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് പഠിക്കാനുണ്ട്. ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷണൽ ബഡ്ജറ്റ് ഇസ് സെയിൽസ് ബഡ്ജറ്റ്. സെയിൽസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോർകാസ്റ്റ് ഓഫ് ടോട്ടൽ സെയിൽസ് എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റീസ് ആൻഡ് മണി. അതായത് എത്രയാണ് സെയിൽസ് ഫോർകാസ്റ്റ് എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. ഇറ്റ് ഷോസ് ദ എക്സ്പെക്റ്റഡ് സെയിൽസ് ഇൻ യൂണിറ്റ്സ് ആസ് വെൽ ആസ് ഇൻ റുപ്പീസ്. സോ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ സെയിൽസ് മാനേജർ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വൈൽ പ്രിപ്പയറിംഗ് സെയിൽസ് ബഡ്ജറ്റ് സം പോയിൻറ്റ്സ് ഷുഡ് ബി കൺസിഡേർഡ്. അതായത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാസ്റ്റ് സെയിൽസ് ഫിഗേഴ്സ് ആൻഡ് ട്രെൻഡ്സ്. വെറുതെ നമ്മൾ ഇത്ര സെയിൽസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഒരു പഴയ സെയിൽസ്, അതായത് പാസ്റ്റ് സെയിൽസ് എത്രയാണ്, കഴിഞ്ഞ വർഷം എത്ര ഉണ്ട് സെയിൽസ്, ആ ഒരു ട്രെൻഡ് നോക്കിയിട്ട് വേണം സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. Then salesman's estimate, plan capacity, general trade prospects, then proposed expansion or discontinuance of product, seasonal fluctuations, availability of material and supply, then also factors such as government control, adapole competition, etc. All these should be considered while preparing the sales budget. Okay. സെക്കൻഡ് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ഇസ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂഷ്വലി ബേസ്ഡ് ഓൺ സെയിൽസ് ബഡ്ജറ്റ് ആൻഡ് ദ ഡിസയേർഡ് ഇൻവെൻട്രി ലെവൽസ്. ഇത് രണ്ടും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് എത്ര സെയിൽസ് ഉണ്ടാവും അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയല്ലോ. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെയിൽസ് ബഡ്ജറ്റ് ആൻഡ് ഡിസയേർഡ് ഇൻവെൻട്രി ലെവൽ, സ്റ്റോക്ക് ലെവലും കൂടെ നോക്കണം. So it is the forecast of the quantity of production for the budget period. അതായത് production budget is expressed in physical quantity, units of output, material requirement, labor requirement, etc. അപ്പോൾ എപ്പോഴും നമ്മൾ യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് എന്നുള്ളത് ഈ പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫോർമുല അപ്ലൈ ചെയ്യാറുണ്ട്. അതായത് യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇസ് ഈക്വൽ ടു ബഡ്ജറ്റഡ് സെയിൽസ് പ്ലസ് ഡിസയേർഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും ക്വസ്റ്റ്യനിൽ. അപ്പോൾ സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് പ്രൊഡക്ഷൻ. അതുകൊണ്ടാണ് പറയുന്നത് ദിസ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഷോസ് ദ യൂണിറ്റ്സ് ദാറ്റ് മസ്റ്റ് ബി പ്രൊഡ്യൂസ് ടു മീറ്റ് ആൻറ്റിസിപ്പേറ്റഡ് സെയിൽസ്. ക്ലിയർ ആണോ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്? പിന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ ബഡ്ജറ്റ് ഉണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷോസ് ഡയറക്റ്റ് മെറ്റീരിയൽസ് റിക്വയർഡ് ഇൻ ദ പ്രൊഡക്ഷൻ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ. ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റ് ആണെങ്കിൽ എത്ര മെറ്റീരിയൽ ആവശ്യമുണ്ട് എന്നുള്ളത് കാണിക്കാനുള്ളതാണ്. ഇറ്റ് ഷോസ് ദ ലെവൽ ഓഫ് മെറ്റീരിയൽ സ്റ്റോക്സ് ടു ബി മെയിൻറ്റെയിൻ അറ്റ് ദി എൻഡ് ഓഫ് ദി പീരിയഡ്. അതിനാണ് നമ്മൾ പർച്ചേസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പഠിക്കും. നെക്സ്റ്റ് ഇസ് പർച്ചേസ് ബഡ്ജറ്റ്. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്ര പർച്ചേസ് ചെയ്യണം. അതായത് ദിസ് ഷോസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ടു ബി പർച്ചേസ്ഡ് ഡ്യൂറിങ് ദ ബഡ്ജറ്റ് പീരിയഡ് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ആൻഡ് ഇൻവെൻട്രി ലെവൽസ്. അതായത് മെറ്റീരിയൽസ് എത്ര പർച്ചേസ് ചെയ്യണം എന്നുള്ളത് എന്തിനനുസരിച്ചിരിക്കും, എത്ര പ്രൊഡക്ഷൻ നടത്തണം, നമ്മളെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, അതിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. ദെൻ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ബഡ്ജറ്റ്. ഈ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ബഡ്ജറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഫോർകാസ്റ്റ് ഓഫ് ലേബർ റിക്വയർമെൻറ്റ്സ് ഡ്യൂറിങ് ദ ബഡ്ജറ്റ് പീരിയഡ്. അപ്പോൾ ജനറലി ഈ ലേബർ ബഡ്ജറ്റ് ഷോസ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ റിക്വയർമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ലേബർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ലേബർ ഓഫ് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ആർ അസൈൻഡ് ഇൻ ടേംസ് ഓഫ് ലേബർ ആർ, മെഷീൻ ആർ ആൻഡ് വേജ് റേറ്റ് ആൻഡ് ടോട്ടൽ ലേബർ കോസ്റ്റ് ഇസ് അസൈൻഡ് അക്കോർഡിംഗ്ലി. അതായത് ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് മൾട്ടിപ്ലൈഡ് ബൈ ലേബർ കോസ്റ്റ് per unit. Then next type of functional budget is
ഫാക്ടറി ഓവർ ഹെഡ് ബഡ്ജറ്റ്, അതായത് ഫാക്ടറി ഓവർ ഹെഡ് ബഡ്ജറ്റിൽ ഫോർകാസ്റ്റ് ഓഫ് ഓൾ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, അതായത് പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ എന്തൊക്കെ വരുമെന്ന് വെച്ചാൽ ഫോർകാസ്റ്റ് ഓഫ് ഓൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ടു ബി ഇൻകേർഡ് ഡ്യൂറിങ് ദ ബഡ്ജറ്റ് പീരിയഡ്. അതായത് ഈ ബഡ്ജറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് വർക്ക് എക്സ്പെൻസസ് എക്സെട്ര. അതായത് ഇവിടെ ഏതൊക്കെയാണ് ഫിക്സഡ് പാർട്ട്, വേരിയബിൾ പാർട്ട് എന്നുള്ളതെല്ലാം കൂടെ നോക്കിയിട്ടാണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. അതായത് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു അതായത് 2 അല്ല ശരിക്കും 3 ഉണ്ട്, ഫിക്സഡ്, വേരിയബിൾ ആൻഡ് സെമി വേരിയബിൾ. അപ്പം ഫിക്സഡ് ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ പറയുക, ഫിക്സഡ് ഓവർ ഹെഡ് ഇൻക്രീസ് വിത്ത് എൻ ഇൻക്രീസ് ഇൻ ദ കപ്പാസിറ്റി ഓർ സൈസ് ഓഫ് ദി ഫാക്ടറി. വേരിയബിൾ ഓർ സെമി വേരിയബിൾ ചേഞ്ചസ് വിത്ത് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഫാക്ടറി ഓവർ ഹെഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നമ്മൾ പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അവിടെ എസ്റ്റിമേറ്റ് ചെയ്യും. ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റിൽ എന്താ നമ്മൾ നോക്കുന്നത്? ഇറ്റ് ഈസ് എ ഫോർകാസ്റ്റ് ഓഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആസ് പെർ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. എത്ര കോസ്റ്റ് വരും എന്നാണ് നോക്കുക. അതായത് ലേബർ കോസ്റ്റ് എത്ര വരും, മെറ്റീരിയൽ കോസ്റ്റ് എത്ര വരും, ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റിനെ പറയാം ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് 3 ബഡ്ജറ്റ്. അതായത് ഏതൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രസ്സസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ദ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് ഇറ്റ് ഷോസ് കോസ്റ്റ് ബ്രോക്കൺ ഇൻ ടു എലമെൻറ്റ്സ് ഓഫ് ഏതൊക്കെയാണ്, മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർ ഹെഡ്. സോ ദസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ് ഇസ് ബേസ്ഡ് അപ്പോൺ ദ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, മെറ്റീരിയൽ ബഡ്ജറ്റ്, ലേബർ ബഡ്ജറ്റ് ആൻഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ബഡ്ജറ്റ്. The next classification is അതായത് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ബഡ്ജറ്റാണ് ക്യാഷ് ബഡ്ജറ്റ്. ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ട് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ഓൾ ദ ഫങ്ഷണൽ ബഡ്ജറ്റ് ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺലി ആഫ്റ്റർ ഓൾ അതർ ഫങ്ഷണൽ ബഡ്ജറ്റ് ആർ പ്രിപ്പയർഡ്. അതായത് മെറ്റീരിയൽ ബഡ്ജറ്റ്, ലേബർ ബഡ്ജറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. കാരണം അതിനൊക്കെ എത്ര കോസ്റ്റ് വരും എന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് വേണം എത്ര ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാഷ് ബഡ്ജറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ഓർ ദ വേസ് ആൻഡ് മീൻസ് ബഡ്ജറ്റ് എന്നും പറയും. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഡിവൈസ് ടു പ്ലാൻ ഫോർ ആൻഡ് കൺട്രോൾ ദ യൂസ് ഓഫ് ക്യാഷ്. അപ്പോൾ ക്യാഷിൻ്റെ യൂസ് അല്ലെങ്കിൽ ക്യാഷിൻ്റെ എന്താ പറയുക, ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റാണ് ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഓവർ ദ ബഡ്ജറ്റ് പീരിയഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാഷ് ബഡ്ജറ്റിന് എന്ത് പറയാം? ഇറ്റ് ഈസ് എ സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫേംസ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓവർ എ പ്രൊജക്റ്റഡ് ടൈം പീരിയഡ് എന്ന് പറയാം. അപ്പോൾ എത്രയാണ് ഫ്യൂച്ചറിൽ നമ്മളെ ക്യാഷ് നീഡ്സ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. ക്യാഷ് നീഡ്സ് എന്ന് പറയുമ്പോൾ ക്യാഷ് റിസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് നമുക്കൊരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ആർ 3 മെത്തേഡ്സ് ഫോർ പ്രിപ്പയറിങ് ക്യാഷ് ബഡ്ജറ്റ്. 3 മെത്തേഡ് ഏതൊക്കെയാണെന്നറിയോ? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് മെത്തേഡ്, സെക്കൻഡ് വൺ ഇസ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ് ആൻഡ് തേർഡ് വൺ ബാലൻസ് ഷീറ്റ് മെത്തേഡ്. സോ അണ്ടർ ദാറ്റ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ ക്യാഷ് റിസീപ്റ്റ്സ് ഫ്രം വേരിയസ് സോഴ്സസ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് ടു ഡിഫറെൻറ്റ് ഏജൻസീസ് ആർ എസ്റ്റിമേറ്റഡ് ഫസ്റ്റ്. അതായത് എത്ര ക്യാഷ് റിസീപ്റ്റ്സ് ഭാവിയിലുണ്ടാവും, അതേപോലെ എത്ര കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ക്രെഡിറ്റേഴ്സിനൊക്കെ പേയ്മെൻറ്റ് നടത്തണമല്ലോ, വേജസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് എത്ര വേണ്ടി വരും എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസിൻ്റെ കൂടെ ഓൾ ക്യാഷ് റിസീപ്റ്റ്സ് ആർ ആഡഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് ആർ ഡിഡക്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദി ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്. മനസ്സിലായല്ലോ? ഈ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയിരിക്കും നെക്സ്റ്റ് പീരിയഡിൻ്റെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആയിട്ട് കാണിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ക്യാഷ് ബഡ്ജറ്റ് ഇസ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡിൽ വരുന്നത് ഏതാ? ബാലൻസ് ഷീറ്റ് മെത്തേഡ് എന്ന് പറയാം. ഈ ബാലൻസ് ഷീറ്റ് മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലോങ് ടേം ഫോർകാസ്റ്റിംഗ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെത്തേഡിലും ബാലൻസ് ഷീറ്റ് മെത്തേഡിലും സെയിം തന്നെയാണ്. അതായത് ബഡ്ജറ്റഡ് ബാലൻസ് ഷീറ്റ് ഇസ് പ്രിപ്പയർഡ്
showing all items of assets and liabilities at the end of the budget period. Balancing figure on the asset side is taken as cash balance at the end of that period. If there is excess of asset side, the balance എന്ന് പറയുന്നത് എന്തായിരിക്കും? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. അപ്പം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡിൻ്റെയും ടോട്ടൽ എടുക്കുക. ഡിഫറൻസ് എവിടെയാണ് വരുന്നത് നോക്കുക. അസറ്റ് സൈഡിൽ ഡിഫറൻസ് വരികയാണെങ്കിൽ ക്യാഷ് ബാലൻസ് ആയിരിക്കും. ലയബിലിറ്റി സൈഡിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ അത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അതായത് നെഗറ്റീവ് ബാലൻസ് ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ. പിന്നെ ഒരു മെത്തേഡാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെത്തേഡ് എന്ന് പറയും. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെത്തേഡിലാണ് ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. അതായത് ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്യാഷ് ഫോർകാസ്റ്റ് ഇസ് പ്രിപ്പയർഡ് സ്റ്റാർട്ടിങ് വിത്ത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. ഈ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസിൻ്റെ കൂടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഓൾ നോൺ ക്യാഷ് ഐറ്റംസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ആർ എസ്റ്റിമേറ്റഡ് ഫ്രം ദിസ് ഫിഗർ. Then adjustment for changes in the cash position are made as a result of forecasted changes in the balance sheet. So this method is based on the assumption that cash is available due to profit. ഓക്കെ. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് അത്ര പോപ്പുലർ അല്ല. നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ഏത് മാത്രം പഠിച്ചാൽ മതി? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് മെത്തേഡ് മാത്രം. ആ ഒരു മെത്തേഡ്, ദാറ്റ് മെത്തേഡ് ഇസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബഡ്ജറ്റ്. ഓക്കെ. ഇപ്പോൾ ക്യാഷ് ബഡ്ജറ്റ് നോക്കി. ഇനി ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ലാസ്റ്റാണ് നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യേണ്ടത്? മാസ്റ്റർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം. മാസ്റ്റർ ബഡ്ജറ്റ് ഐ ഹവ് ഓൾറെഡി മെൻഷൻഡ്. മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ സമ്മറി ബഡ്ജറ്റ് ഇൻകോർപ്പറേറ്റിംഗ് ഓൾ കോമ്പണൻറ്റ് ഫങ്ഷണൽ ബഡ്ജറ്റ് which is finally approved, adopted and employed. So it is prepared in two parts, അതായത് forecast income statement and forecast balance sheet. രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ മാസ്റ്റർ ബഡ്ജറ്റ്. ഇറ്റ് ഈസ് an outlay showing the proposed activity and anticipated financial results during the coming year or budgeted year. After approval by Board of Directors, various functional budgets are sent to concerned departments so that they can plan their working according to their budget. Master budget ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് ഇനി ചെയ്യുന്നില്ല. താങ്ക് യു.